ഹെർട്ട്ഫോർഡ്ഷയറിലുള്ള ഒരു ഹിസ്റ്റോറിക് ഗ്രേഡ് 1 ലിസ്റ്റഡ് കൺട്രി എസ്റ്റേറ്റ് ആയിട്ടുള്ള ആഷ്റിഡ്ജ് ഹൗസിലേക്കുള്ള യാത്രയിലാണ് നമ്മളിന്ന്. ഇത് സൺഡേ ആണ്, അതായത് നമ്മൾ ചെന്നിട്ട് 3-ാമത്തെ ദിവസം. ചിൽട്ടൺ ഹിൽസിലുള്ള 190 ഏക്കർ ഗാർഡൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രി എസ്റ്റേറ്റാണ് ഈ ആഷ്റിഡ്ജ് ഹൗസ്. ഇത് ഒരു കാലത്ത് റോയൽ റെസിഡൻസ് ആയിരുന്നു. കിങ് ഹെൻറി 8-ൻ്റെയും അതുപോലെ പ്രിൻസസ് എലിസബത്തിൻ്റെയും റോയൽ റെസിഡൻസ് ആയിരുന്നു ഒരു കാലത്ത് ഇത്. ഇപ്പോൾ ഇത് അവാർഡ് വിന്നിങ് കോർപ്പറേറ്റ് ഈവൻറ്റ്സ്, സ്പേസ്, വെഡ്ഡിങ് വെന്യൂ ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബിൽഡിങ്ങിലെ ഒരു ഭാഗം ഒരു പ്രശസ്തമായ ബിസിനസ് സ്കൂളിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാമ്പസായിട്ടും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയിരുന്നു. അതിൻ്റെ അകത്ത് അന്ന് സൺഡേ ആയതുകൊണ്ട് കോളേജില്ല, പക്ഷേ ഒരു കഫേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നാഷണൽ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു അട്രാക്ഷൻ ബ്രിഡ്ജ് വാട്ടർ മോണ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോണ്യുമെൻ്റാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇതിൻ്റെ മുൻപിൽ കാണുന്ന ഈ ഗാർഡൻ്റെ അതിൽ കൂടെ ക്രോസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഫോറസ്റ്റ് വാക്ക് പോലെ കുറച്ചധികം നടക്കാനുണ്ട്. അത് വേണമെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ വണ്ടിയിലും പോവാം. ആ ഫോറസ്റ്റിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ എത്തുന്നത് ഈ ബ്രിഡ്ജ് വാട്ടർ മോണ്യുമെൻറ്റിലായിരിക്കും. ഞങ്ങൾ അവിടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. ആ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ കുതിര സവാരിയുണ്ട്, കുറേ ആൾക്കാർ സൈക്കിളുമിലൊക്കെ പോകുന്നൊക്കെ ഉണ്ട്. ആ മോണ്യുമെൻറ്റിലുള്ളത് 172 സ്റ്റെപ്പാണ്. അത് കയറി കഴിഞ്ഞിട്ട് മുകളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ആഷ്റിഡ്ജ് ഹൗസിൻ്റെയും അതുപോലെ ചിൽട്ടൺ ഹിൽസിൻ്റെയും ഒക്കെ നല്ല ഒരു വ്യൂ കിട്ടും. അതുപോലെ തന്നെ അറ്റത്തുള്ള ഒരു കനാറി വാർഫ്, ഈസ്റ്റ് ലണ്ടനിലുള്ള കനാറി വാർഫും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നുകൊണ്ടും നല്ല രസമുള്ള ഒരു വാക്കിംഗ് ട്രെയിൽ ഉള്ളത് കൊണ്ടുമായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ ഇങ്ങനെ നടന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ, ഫോറസ്റ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നടക്കുമ്പോൾ അത്ര വലിയ എന്താണിത് എക്സ്പീരിയൻസ് എന്ന് ആദ്യം തോന്നാം. കാരണം രണ്ട് സൈഡിലും ഇഷ്ടംപോലെ മരങ്ങൾ, പ്രത്യേകം തരം മരങ്ങളൊക്കെ ഉണ്ട്. രസമാണ് കാണാനായിട്ട്. നമ്മളത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നമ്മുടെ നാട്ടിലും കാണുന്ന കാഴ്ചകളല്ലേ എന്ന് തോന്നാം. പക്ഷേ അവിടെ ആൾക്കാരത് ഫാമിലിയായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നടന്നെത്തുമ്പോൾ ഈ മോണ്യുമെൻറ്റ് കാണാം, ഇതിലേക്ക് വേണമെങ്കിൽ കയറാം. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഈ പോകുന്ന വഴികളാണ് ആക്ച്വലി ഭയങ്കര രസം. ഞങ്ങൾ ഈ സൺഡേ ഫുള്ള് ചിലവഴിച്ചത് ഇങ്ങനത്തെ യാത്രകളിലാണ്. ഈ പോകുന്ന വഴികളിലുള്ള വീടുകളും വഴികളിലുള്ള കാഴ്ചകളും ഒക്കെ ഭയങ്കര രസകരമാണ്. ഡൺസ്റ്റബിൾ ഡൗൺസ്, അതായത് ബെഡ്ഫോർഡ്ഷയറിലുള്ള ഡൺസ്റ്റബിൾ ഡൗൺസ് ഗ്ലൈഡിങ് ഏരിയയാണ്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ലണ്ടൻ ഗ്ലൈഡിങ് ക്ലബിൻ്റെ ഗ്ലൈഡേഴ്സ് ഇവിടെ വന്ന് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇങ്ങനെ ഗ്ലൈഡേഴ്സിനുള്ളത്. ഇവിടെ ഒരു ഗ്ലൈഡിങ് ക്ലബ്ബും ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അവിടെ വന്ന് ട്രെയിനിങ് എടുക്കാം, ഗ്ലൈഡ് ചെയ്യാം, എനിക്ക് ചെയ്യാം. ഇവിടെയും കഫേകളും പിന്നെ ഐസ്ക്രീം ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലായിടത്തും നിറച്ച ആൾക്കാരുണ്ട്. പോകുന്ന വഴിയിലൊരു സൂ ഉണ്ട്. ആ സൂവിൻ്റെ ഒരു ദൂരത്തു നിന്നുള്ള ദൃശ്യമൊക്കെ കണ്ടു. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള നേരമായതുകൊണ്ട് ഉച്ചതിരിഞ്ഞതുകൊണ്ട് നമ്മളൊരു കഫേയിൽ വന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ചു പോയത്. സ്വെറ്റൻഹാം ആംസ് എന്ന് പറഞ്ഞ ഒരു 16th സെഞ്ച്വറിയിലുള്ള ഒരു ഇന്ന് ആണത്, ഒരു പബ് റെസ്റ്റോറൻ്റ് ആണത്. ഇത് ഭയങ്കര വെൽ നോൺ ആയിട്ടുള്ള ഒരു ഗ്യാസ്ട്രോ പബ്, അങ്ങനെയാണ് അവരതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് അതിൻ്റെ ക്ലാസിക് സൺഡേ റോസ്റ്റുകളും അതുപോലെ മോഡേൺ ബ്രിട്ടീഷ് ക്യൂസീൻസും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് അത്ര. അതിൻ്റെ ഔട്ട്ഡോർ സീയിങ്ങും അതെ, അകത്തുള്ള സൈറ്റും അതെ, അതിൻ്റെ ഒരു ലാർജ് ബിയർ ഗാർഡൻ ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ലൊരു സ്ഥലമായിരുന്നു അത്.
ഇനി അടുത്ത ദിവസം ഞങ്ങൾ പോകുന്നത് സെൻട്രൽ ലണ്ടനിലേക്കാണ്. ഞങ്ങൾ മെട്രോ ട്രെയിനൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ആ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അടുത്ത പാർട്ടിൽ. ബൈ ബൈ.